തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിൽ ബോംബ് ഭീഷണി. ഹോസ്പിറ്റലിലെ ഫോണിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. സിജോ വി ജോൺ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സിജോ, എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് ബോംബ് സ്ക്വാഡിന്റെ അടക്കം പരിശോധന നടത്തുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഫോൺ സന്ദേശം വന്നത്? അതായത് ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ? ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പേരൂർക്കട സ്വദേശിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഫോൺ വിളിച്ചിരിക്കുന്നത്. ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെയും പലയിടങ്ങളിലും ഇയാൾ ഇങ്ങനെ വിളിച്ച് ബോംബ് ഭീഷണിയൊക്കെ മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് മാനസിക പ്രശ്നമുള്ള ആളാണെന്നുള്ളത് കൊണ്ട് കേസോ മറ്റു തുടർ നടപടികളിലേക്കൊന്നും പോവുകയും ചെയ്തിരുന്നില്ല. ഒരു തവണ മാത്രമല്ല, ആദ്യം ഒരു കോള് വരുന്നു. ആ കോള് വന്നതിന് പിന്നാലെ പരിശോധന ആരംഭിക്കുന്നു. പിന്നാലെ തുടർച്ചയായി ഇയാൾ തന്നെ വിളിച്ച് വീണ്ടും ഭീഷണി സന്ദേശം അയക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഭീഷണി മുഴക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ നമ്പർ ട്രേസ് ചെയ്യുകയും ഇയാളാണ് വിളിച്ചതെന്നുള്ളത് ഇതിലോട്ട് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഭീഷണി വന്ന സാഹചര്യത്തിൽ ബോംബ് സ്ക്വാഡൊക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. അത് സ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. ഇയാളാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംഘം അവിടുന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്.